അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ആയുസ്സിൽ ഒരു റമദാനിനെ കൂടി വരവേൽക്കാനുള്ള അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രദ്ധയും മനസ്സും നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അസുലഭ അവസരമാണ് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിലെ പല തെറ്റുകൾ തിരുത്താനും നന്മകൾ അധികരിപ്പിക്കുവാനുമുള്ള അസുലഭ അവസരമായി നമുക്കതിനെ കാണാൻ സാധിക്കണം. അതിൻ്റെ വിലയും പ്രാധാന്യവുമൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഖബറിൽ വെച്ച്, അല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ, അതുമല്ലെങ്കിൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആയിരിക്കും നമുക്കൊന്ന് തിരിച്ചു പോകുവാനും ഒരു റമദാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ഉണർത്തിയതുപോലെ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ, അവരിൽ ഒരാളുടെ അടുക്കൽ മരണം എത്തിക്കഴിഞ്ഞാൽ അവർ പറയും, റബ്ബേ, എന്നെ ഒന്ന് മടക്കി അയക്കണമേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയ വിട്ടുകളഞ്ഞ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം എന്നായിരിക്കും അവിടെ പറയുക. പക്ഷേ തിരിച്ചു പോകുവാനുള്ള അവസരമില്ല. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറാളികളോട്, ഖബറിൽ കിടക്കുന്ന ആളുകളോട് പറയുകയാണെങ്കിൽ, തമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ, ചോദിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു തരാം എന്ന് അവരോട് അള്ളാഹു പറഞ്ഞാൽ, ലതമന്നൗ യൗമൻ മിൻ റമദാൻ, തീർച്ചയായും റമദാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്നവർ കൊതിക്കും. അതുകൊണ്ട് ആ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സമാഗതമാകുമ്പോൾ അത് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കാരണം ആ റമദാൻ ലഭിച്ചിട്ടും പാപക്കറകൾ കഴുകിക്കളയാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് റമദാനിന് വേണ്ടി റമദാനിന് മുമ്പേ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തിരുത്താൻ ഉള്ള അവസരമായി കണ്ട് റബ്ബിലേക്ക് അടുക്കുവാൻ സാധിക്കണം. അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തെറ്റിൽ നിന്ന് മടങ്ങുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് പ്രവർത്തിക്കാത്തവരെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ ബിന്നിയ്യത്തി സ്വാദിഖ വൽ അസീമത്തിൽ ഖാലിസ, ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു തീരുമാനം, ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. റബ്ബിലേക്ക് അടുക്കാൻ, തെറ്റിലേക്ക് ഞാൻ ഇനി ഒരിക്കലും മടങ്ങുകയില്ല, പരമാവധി നന്മകൾ അധികരിപ്പിക്കുമെന്നുള്ള തീരുമാനം. അതേപോലെ ബിൽ ഇജ്തിഹാദി ഫി ത്വാആത്ത്, സൽക്കർമ്മങ്ങളിൽ പരമാവധി അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആയെങ്കിലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. സലഫുസ്സാലിഹ്യങ്ങൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനും ദിക്ർ, ദുആകളും സൽക്കർമ്മങ്ങളുമൊക്കെയായി റമദാനിനെ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രത്യേകം വേണ്ടത് അയ്യുഖല്ലില മിനൽ മുബാഹാത്ത്, അനുവദനീയമായ കാര്യങ്ങൾ തന്നെ ആവശ്യത്തിലേറെയാകാതെ ശ്രദ്ധിക്കണം. ഉറക്കമാണെങ്കിലും, കളിതമാശകളാണെങ്കിലും, വിനോദങ്ങളാണെങ്കിലും, ടൈം പാസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ സമയം നമ്മുടെ കവർന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ 30 പൂർത്തിയാകുമ്പോഴും ഒരു പ്രാവശ്യം പോലും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുവാൻ സാധിക്കാത്ത ഹതഭാഗ്യരായ ആളുകളുണ്ടാകും. എന്നാൽ അവർ മൊബൈൽ ഫോണിൽ എത്ര മണിക്കൂറുകൾ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഖുർആനുമായി ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ അതിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി, അതിൻ്റെ വിധിവിലക്കുകൾ, നോമ്പും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മതനിയമങ്ങൾ അറിയാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക,
അറിയിക്കുക നേർവഴി. Peace Radio. Tune to reality.